കണ്ണേട്ടാ, എന്താടി? കണ്ണേട്ടാ, കണ്ണേട്ടൻ പറഞ്ഞിട്ടാണോ അവരെ സാരി ഉടുത്തോണ്ട് പോയത്? ആ സാഗർ കൊടുത്ത സാരി. ആ അതെ. എന്താ? അല്ല, അവനെ പോലെ ഒരുത്തം കൊണ്ടുവന്ന സാരി ഉടുത്തോണ്ട് പോവാൻ പറയാ, അവനോടൊപ്പം അവളെ പറഞ്ഞു വിടുക. എന്തൊക്കെയാ കണ്ണേട്ടേ കാണിക്കുന്നേ? അതുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? നിനക്കെന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ഏട്ടന് ചിലപ്പോ നഷ്ടം ഉണ്ടായെന്ന് വരും. നീ എന്റെ ഭാര്യയെ ശ്രദ്ധിക്കണ്ട, അയാളുടെ സ്വഭാവം നന്നാക്കാനും ശ്രമിക്കണ്ട. നീ നന്നാക്കാൻ നോക്കേണ്ടത് നിന്റെ ഭർത്താവാകാൻ പോകുന്നവന്റെ ക്യാരക്ടറാ. മേക്കേട്ടിന് എന്താ കുഴപ്പം? അവന്റെ കുഴപ്പം എന്താണെന്ന് പഠിക്കുന്ന കാലം മുതലേ എനിക്കറിയാം. അത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. പിന്നെ കുട്ടിക്കാലം മുതലേ അവനെ ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ട്, നിനക്ക് അവനെ മതിയെന്ന് വാശി പിടിച്ചതുകൊണ്ട്, അതുകൊണ്ടാ ഞാൻ ഈ കല്യാണത്തിന് കൂട്ടു നിൽക്കുന്നത്. ഏട്ടന് വരേണ്ട അപകടം ഇപ്പൊ മേഘേട്ടിന് സംഭവിച്ചത്. മേഘേട്ടിന് ഇപ്പൊ കിടപ്പിലായത് അതുകൊണ്ട് മാത്രമാ. ഈ സമയത്ത് മേഘേട്ടിനോട് കണ്ണിട്ട് സിമ്പതി കാണിക്കുക വേണ്ടത്. അവന്റെ ചികിത്സക്കുള്ള പണമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവന്റെ അക്കൗണ്ടിലും കുറച്ച് പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൈസ ഇട്ട് കൊടുത്തെന്ന് കരുതി മേഘേട്ടിനുണ്ടായ വേദന മാറുവോ? ഞാൻ വിഷുവായിട്ട് വിളിച്ചപ്പോഴും ശരീരത്തിന് നല്ല വേദന ഉണ്ടെന്നാ പറഞ്ഞത്. നീ മഹാലക്ഷ്മിയെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് ഞാൻ മേഘന്റെ സ്വഭാവം വിളിച്ചു പറഞ്ഞേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഉണ്ടാക്കി പറഞ്ഞൊന്നുമല്ല. അതുകൊണ്ട് നീ അമിതമായി ശ്രദ്ധിക്കേണ്ടത് മേഘനെ തന്നെയാ, അല്ലാതെ എന്റെ ഭാര്യയല്ല. ആ സാഗറിനെ കണ്ടപ്പോ അവളുടെ മുഖത്തൊരു സന്തോഷം കാണുമായിരുന്നു. ആ നേരത്തെ ചിരിയൊന്ന് കാണേണ്ടതായിരുന്നു. പിന്നെ സാഗറിനെ കാണുമ്പോ അയാളെന്ത് കരയണോ? നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഏത് പാതിരാത്രിക്ക് ഒരാണിന്റെ കൂടെ പോയാലും അയാൾ തെറ്റ് ചെയ്യില്ല. ഒരാളെ വിവാഹം കഴിച്ച് മറ്റൊരാൾക്ക് മനസ്സ് കൊടുക്കുന്ന പെൺകുട്ടികൾ ഉണ്ടാവാം, അങ്ങനെയില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ എല്ലാവരും അങ്ങനെയല്ല. എന്റെ മഹി എന്റെ മുഖം മറന്നിട്ട് തെറ്റുകൾ ചെയ്യില്ല, അതെന്റെ വിശ്വാസമാണ്. അതിനെ തിരുത്താൻ നീ നിന്റെ അമ്മയെ ശ്രമിക്കണ്ട. മഹിയുടെ സ്വഭാവത്തിനല്ല മാറ്റം വരുത്തേണ്ടത്, മേഘന്റെയും പിന്നെ നിന്റെ ഇളയ നാത്തൂന്റെയാ. അതുപോലെ നിന്റെ ആങ്ങളുടെ സ്വഭാവത്തിലും കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. അതോടൊപ്പം നീയും സ്വയം മാറണം. തൽക്കാലം മഹിക്ക് അങ്ങനെ ഒരു മാറ്റത്തിന്റെ ആവശ്യമില്ല. കാരണം അയാളുടെ സ്വഭാവത്തിൽ ഞാൻ തൃപ്തനാ. ഇനി എനിക്കൊന്നും പറയാനില്ല. പറഞ്ഞാലും എനിക്കൊന്നും കേൾക്കാൻ മനസ്സുമില്ല. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.